ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ കീം +1 ഫിസിക്സ് യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിൽ വിസ്കോസിറ്റി അതുപോലെ തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇത്രയും ടോപ്പിക്കുകളാണ്. ഈ രണ്ട് ടോപ്പിക്കുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് തരുന്നത് അല്ലേ? അതായത് ഫ്ലൂയിഡ് എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ തരുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ലെയർ ആയിട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിനെ ലെയർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് കൺസിഡറേഷൻ ആണ്. സോ അത് ലാസ്റ്റ് ലെയർ ഉണ്ടാവില്ലേ, അതായത് ഏറ്റവും ലാസ്റ്റ് ബോട്ടം ലെയർ എന്ന് പറയുന്നത് അത് ആ ഒരു സോളിഡ് സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ പറയുന്ന ലെയർ എന്ന് പറയുന്നത് ഫ്ലോ ആവുന്നുണ്ടാവില്ല, മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്ലൈഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർമോസ്റ്റിലുള്ള ആ ഒരു ലെയർ എന്ന് പറയുന്നത് ആ ഒരു സർഫേസുമായിട്ട് ടൈറ്റ്ലി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ പറയുന്ന ലെയർ മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഫ്ലൂയിഡും ഈ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റിലുള്ള ഏറ്റവും താഴെയുള്ള ഒരു ലെയർ എന്ന് പറയുന്നത് സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പ് ലെയർ ഉണ്ടാവില്ലേ, നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു വാട്ടർ വെള്ളം നമുക്ക് ഫ്ലോ ആവുന്ന ഒരു ഇത് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതായിരിക്കും നമുക്ക് ആ ഒരു പറയുന്നത് നമ്മുടെ ആ ഒരു സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ ഓരോ ലെയർ ആയിട്ട് കയറും തോറും വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ നമുക്ക് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? അത് ആ സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ. എന്നാൽ തൊട്ട് മുകളിലുള്ളതിന് വെലോസിറ്റി കൂടും, തന്നെ അങ്ങനെ കൂടി ഏറ്റവും ഹയസ്റ്റ് വെലോസിറ്റി ഉള്ളത് ടോപ്പ് ലെയറിനായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു വെലോസിറ്റിയുടെ മെഷർ ആണ് ഈ പറയുന്ന ഓരോ ആരോയും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ്, ഇപ്പൊ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ഇതിലുണ്ടാകും, ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതെന്ന് പറയുന്നത് ആ ഒരു സർഫേസുകൾ തമ്മിൽ, രണ്ട് ലെയറുകൾ തമ്മിലുണ്ടാകുന്ന സർഫേസിന് പാരലൽ ആയിട്ടായിരിക്കും, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് പറയുന്ന റെസിസ്റ്റൻസ് നമുക്കിവിടെ ഒക്യൂർ ആവുന്നത്. ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് വിസ്കോസിറ്റിയുടെ ഒരു മെയിൻ പ്രോപ്പർട്ടി ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന് നോക്കൂ, നമുക്ക് വെള്ളം ഇതിൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ കാരണം എന്താണ്? നമുക്ക് ആ ഒരു ഓപ്പോണന്റ് വരുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഹണി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഒഴുകുന്നത് അല്ലെ, വെള്ളം പോലെ അത്ര ഈസി ആയിട്ട് പോവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ആ ഒരു വിസ്കോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഹണിയിൽ. അതുകൊണ്ട് നമുക്ക് ഹണി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഫ്ലോ ആവില്ല, എന്നാൽ വെള്ളം നമുക്ക് ഈസി ആയിട്ട് ഫ്ലോ ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് വെള്ളം ഫ്ലോ ആവുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഫസ്റ്റ് കൂടുതൽ വെലോസിറ്റി ആയിരിക്കും, പിന്നെ നമുക്ക് വെലോസിറ്റി കുറഞ്ഞ് ലാസ്റ്റ് നിൽക്കുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആ ഒരു സർഫേസുമായിട്ട് സ്റ്റിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് വെള്ളം ഒഴുകുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒഴുകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനൊരു ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ അല്ല, ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു സ്ഥലം നമുക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സി എന്ന് പറയുന്നതാണ് ആ ഒരു വെള്ളം, ഈ എ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബോട്ടം ലെയറുമാണ്, ഇത് ടോപ്പ് ലെയറുമാണ്. ഓക്കെ, അപ്പൊ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷൻ വരെ, അതല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പൊ അതിന് ഞാനൊരു സി ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ആംഗിൾ അതിനെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നത് ഡെൽറ്റ തീറ്റ എന്നുള്ളതാണ്. ഓക്കെ, ഡെൽ തീറ്റ എന്നുള്ളതിലാണ്. ഈ ഒരു ഡിസ്റ്റൻസ് സി ഡാഷ് എന്ന് പറയുന്നത് ഡെൽ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ടു സി, അതായത് ഏറ്റവും ലോവസ്റ്റ് ടോപ്പ് മോസ്റ്റ് ലെയറും ഏറ്റവും അടിയിലുള്ള ഏറ്റവും ബോട്ടം ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ dy എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടാൻ del theta is equal to tangential അല്ലേ, tan del theta is equal to എന്താ വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent സൈഡ് ആണ്. സോ del x by dy ആണ്. അപ്പൊ
അപ്പോൾ ഈ ഡെൽ തീറ്റ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സ്മോൾ ആയിരിക്കും, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവില്ല, ചെറിയൊരു സ്മോൾ വലുതായിരിക്കും വരുന്നത്. സോ ടാൻ ഡെൽ തീറ്റ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽ തീറ്റ എടുക്കാം. സോ ഡെൽ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽ എക്സ് ബൈ ഡി വൈ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷൻ ഓൾറെഡി അറിയാം. വെലോസിറ്റി എന്താണ്? വിച്ച് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. സോ ഡെൽ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ഇൻറ്റു ഡെൽ ടി. അതായത് ഡി യു എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി, ആൻഡ് സ്മോൾ ചേഞ്ച് ഇൻ ടൈം ആണ് ഡെൽ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു ഡെൽ തീറ്റയിൽ ഡെൽ എക്സിന് പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഡി യു ഡെൽ ടി ബൈ ഡി വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് റേറ്റ് ഓഫ് ഷിയർ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഷിയർ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ എന്നിട്ടിട്ട് നമ്മൾ ഇവിടെ ഒരു ഡോട്ടും കൂടി കൊടുക്കും. അതാണ് റേറ്റ് ഓഫ് ഷിയർ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഡെൽ തീറ്റ ബൈ ഡെൽ ടി ആണ്. അതായത് ഈ ഒരു ഡെൽ തീറ്റനെ ഒരു സ്മോൾ ടൈം ഡെൽ ടി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ തമ്മിലൊരു റേഷ്യോ ആണ് നമുക്ക് വരുന്ന ഈ ഒരു റേറ്റ് ഓഫ് ഷിയർ എന്ന് പറയുന്നത്. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, which is equal to du del t. അല്ലെ, ഈ ഒരു വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഡെൽ തീറ്റയ്ക്ക് പകരം du del t by dy into del t. അപ്പോൾ എനിക്ക് ഈ ഒരു ഡെൽ ടി അതുപോലെ തന്നെ രണ്ട് ഡെൽ ടി ക്യാൻസൽ ചെയ്താൽ du by dy വരും. സോ ഗാമ which is equal to du by dy എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂട്ടൺ, നമുക്ക് ഫസ്റ്റ് സയന്റിസ്റ്റ് ആയ ന്യൂട്ടൺ ആണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഷിയറിംഗ് സ്ട്രെസ് ഇങ്ങനത്തെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വേർഡ്സുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? ഒരു ഷിയറിംഗ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഷിയറിംഗ് സ്ട്രെസ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു റേറ്റ് ഓഫ് ഷിയറും ഓൾവേസ് ഇൻക്രീസ് ആകും, ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കും ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, സോ അതായത് സിഗ്മയാണ് നമുക്ക് വരുന്ന ആ ഒരു ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ഷിയർ. റേറ്റ് ഓഫ് ഷിയർ ദാറ്റ് ഈസ് ഗാമ ഡോട്ട് ആണ്. So sigma which is directly proportional to gamma dot എന്താണ്? du by dy ആണ്. അപ്പോൾ du by dy കിട്ടി. അപ്പോൾ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു mu വരുന്നുണ്ട്. സോ സിഗ്മ is equal to mu du by dy. അപ്പോൾ mu എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ചിലതിൽ നമുക്ക് mu എന്നും കാണാം ഈറ്റ എന്നും കാണാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഒരു രണ്ട് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഷിയറിംഗ് സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ, അതായത് അതൊരു ലീനിയർലി ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ വരുന്ന ആ ഒരു സ്ലോപ്പ് ആണ് നമുക്ക് വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഫ്ലൂയിഡ് ആണോ ഈ പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ഫോളോ ചെയ്യുന്നത് നമുക്ക് അതിന് എന്ത് പറയാം? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, അതായത് ആ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷിയറിംഗ് സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയറും തമ്മിൽ ഫോളോ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലൂയിഡിനെ എന്ത് പറയാം? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ, മിൽക്ക്, ജ്യൂസ്, ഇതൊക്കെ ഈ പറയുന്ന ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വരുന്നതാണ്. എന്നാൽ ചില ഫ്ലൂയിഡുകൾ ഈ പറയുന്ന ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, അതായത് ഷിയറിംഗ് സ്ട്രെസ്സും ആ ഒരു ഗാമ വരുന്നുണ്ടല്ലോ റേറ്റ് ഓഫ് ഷിയർ, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഫോളോ ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ലീനിയർലി മൂവിംഗ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സച്ച് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ എന്ത് പറയാം? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ടു ടൈപ്സ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഷിയർ സ്ട്രെസിന്റെ എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് പെർ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു v by m സ്ക്വയർ എന്ന് എഴുതാം, ദാറ്റ് ഈസ് പാസ്കലിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഷിയർ എന്ന് പറയുന്നത് du by dy ആണ്, ദാറ്റ് ഈസ് മീറ്റർ ബൈ sm ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s. അതായത് ഈ രണ്ട് m ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ എനിക്ക് എന്താണ് വരുന്നത്? ഈറ്റ അല്ലെങ്കിൽ മ്യൂയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് pa by 1/s ആണ്, ദാറ്റ് ഈസ് pas ആണ് നമുക്ക് വരുന്ന യൂണിറ്റ്. ഓക്കെ, വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് pas ആണ്. അപ്പൊ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ചില ഇതിന്റെ വിസ്കോസിറ്റി എത്രയാണെന്ന് നോക്കുന്നത്. എയറിൽ നമുക്ക് വരുന്നത് 10⁻⁵, വാട്ടറിൽ 10⁻⁻3, ഒലീവ് ഓയിലിൽ 10⁻⁻1 ആൻഡ് ലിക്വിഡ് ഹണി എന്ന് പറയുന്നത് 10⁻1 അല്ലെങ്കിൽ 10 ആണ് നമുക്ക് വരുന്ന വിസ്കോസിറ്റി. ഓക്കെ, അറ്റ് റൂം ടെമ്പറേച്ചറിൽ വരുന്നത്. അടുത്ത നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, if a body is moving through a fluid, its velocity is influenced by the viscosity of the medium. ഇപ്പൊ ഒരു ബോഡി ഒരു ഫ്ലൂയിഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ ഇതിൽ ഞാനൊരു കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഇതിലൊരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്, ഇതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മീഡിയത്തിന്റെ വിസ്കോസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇവിടെ വെലോസിറ്റി കിട്ടുന്നത്. അപ്പൊ നോക്ക്, ഞാനൊരു കൺസിഡർ സ്മോൾ സ്പിയർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്, റേഡിയസ് a ഉള്ള ഒരു സ്മോൾ സ്പിയർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഗ്രാവിറ്റി, അണ്ടർ ഗ്രാവിറ്റി ഇൻ എയറിൽ അത് താഴത്തേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പൊ ആ ഒരു വിസ്കോസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് ആ ഒരു സ്പിയറിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സിനെ നമുക്ക് എന്ത് പറയാം? വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ്, ആ ഒരു സ്പിയറിന്റെ മോഷനെ ആ മൂവ് ചെയ്യിക്കുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് F is equal to 6 pi a eta v ആണ് വരുന്നത്. ഓക്കെ, ഈറ്റ എന്നോ അല്ലെങ്കിൽ നമുക്ക് മ്യൂ എന്നോ കൊടുക്കാം. അതായത് വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 6 pi a eta v ആണ് വരുന്നത്. അതിൽ നമുക്ക് F എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ആണ്. A എന്ന് പറയുന്നത് ആ സ്മോൾ സ്പിയറിന്റെ റേഡിയസ് ആണ്. മ്യൂ അല്ലെങ്കിൽ ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, v is the velocity ആണ്. അപ്പൊ നോക്കൂ, when a body falls through a fluid, it experiences some retarding or viscous drag force on it. With the opposite motion of the body, ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു വിസ്കസ് ഡ്രാഗ് അതല്ലെങ്കിൽ ഒരു റിട്ടാർഡിംഗ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാക്ക്വേർഡ് വിസ്കസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ആ ഒരു വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഈ പറയുന്ന ബാക്ക്വേർഡ് വിസ്കസും നമുക്ക് ഇൻക്രീസ് ആകും. So the motion of the body through the fluid set up the relative motion between the different layers of the fluid, which ultimately depends upon the viscosity of the fluid. അല്ലെ, അപ്പം ആ ഒരു viscosity of the fluid നെ ഈ പറയുന്ന വെലോസിറ്റി, ആ ഒരു ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ഒരു വിസ്കോസിറ്റിയുടെ ഫലമായിട്ട് നമുക്ക് ഒരു വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഡ്രാഗ് എന്ന് പറയുന്നത് ആ ഒരു ബോഡിയിൽ എക്സ്പീരിയൻസ് ആകുന്നുണ്ട്. ഇതാണ് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കുന്ന ഒരു ടേം ആണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. The constant velocity attained by a body as it falls down through a fluid medium is called terminal velocity. അപ്പൊ ഒരു ബോഡി അറ്റൈൻ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അത് എപ്പോഴാണ്? അതൊരു ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് വീഴുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു വെലോസിറ്റിനെ എന്ത് പറയാം? ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 6 pi a eta v എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ വെയിറ്റ് ഓഫ് ദ ബോഡി നമുക്ക് എഴുതാം. വെയിറ്റ് ഓഫ് ദ ബോഡി എന്ത് എഴുതാം? 4/3 pi a cube into rho minus sigma g എന്നാണ്. ഓക്കെ, അതായത് നമ്മളിതൊരു ഏരിയയുടെ അനുസരിച്ച്, അതായത് മാസിന്റെ വെലോസിറ്റി ആ ഒരു ഏരിയയുടെ നമ്മൾ വോളിയം വരും നമുക്ക് അതിൽ. ഓക്കെ, അപ്പൊ വോളിയത്തിന്റെയാണ് പൈ എ ക്യൂബ് എന്ന് വരുന്നത്. ഇൻറ്റു ഇവിടെ നമുക്ക് ഡെൻസിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു മീഡിയത്തിന്റെയും പിന്നെ ഒരു ഫ്ലൂയിഡിന്റെയാണ് നമുക്ക് വരുന്നത്. ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, നോക്കൂ, 4/3 pi a cube into rho minus sigma into g. അതായത് റോ എന്ന് പറഞ്ഞാൽ സ്പിയർ ഓഫ് ഡെൻസിറ്റി, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സ്പിയർ ഓഫ് ഫ്ലൂയിഡ് ഡെൻസിറ്റി ആണ് വരുന്നത്. അപ്പൊ ഒരു ബോഡിക്ക് അതിന്റെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ആ വെലോസിറ്റി ഇത് രണ്ടും നമുക്ക് അറ്റ് സെയിം ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് 6 pi a mu vt which is equal to 4/3 pi a cube sigma rho minus sigma into g ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടെർമിനൽ വെലോസിറ്റി അല്ലേ വേണ്ടത്? ദാറ്റ് ഈസ് vt. vt is equal to ഈ 6 എനിക്ക് ഡിവിഷനിലേക്ക് വരുമ്പോൾ 4/6 എന്ന് പറയുമ്പോൾ എനിക്ക് 2/3 ആകും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/9 ആകും. ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ക്യൂബിൽ ഇതുണ്ട്, അത് ക്യാൻസൽ ആകും. സോ ഫൈനൽ ആയിട്ട് വരുന്ന vt എന്താണ്? vt is equal to 2/9 a square into rho minus sigma into g by mu. This is the terminal velocity equation. Okay. അടുത്ത നമ്മൾ നോക്കുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഓക്കെ, the turbulence in a fluid is determined by the parameter called Reynolds number. അപ്പൊ ഒരു വെള്ളത്തിന്റെ ആ ഒരു ടർബുലൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ടർബുലൻസ് മനസ്സിലാക്കുന്ന ആ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ആൻ ഇക്വേഷൻ R is equal to rho v d by mu ആണ് വരുന്നത്. Okay, rho e, that is RE, Reynolds number is equal to rho vd by mu ആണ് വരുന്നത്. R എന്ന് പറഞ്ഞാൽ Reynolds number ആണ്, rho എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, v is the velocity and d is the dimension, mu is the viscous coefficient. Okay, അപ്പൊ ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു റെഗുലർ പാത്ത് ഫ്ലോ ആയിരിക്കും അല്ലെ, ഒരു റെഗുലർ ആയിട്ട് ഒരു ഫ്ലോ പാത്ത് ആയിരിക്കും ഇത് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാനായിട്ട് എടുക്കുന്നത്. എന്നാൽ ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ലാമിനാർ ഫ്ലോയും എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് അല്ലെ. അപ്പൊ ഈ ഒരു ടർബുലന്റ് ഫ്ലോ കണ്ടില്ല, നമുക്കൊരു ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കില്ല ഈ ഒരു ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ഇക്വേഷൻ വരുന്നത്. സോ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, v എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് d is the dimension of the pipe. ഓക്കെ, അത് എന്ത് വേണമെങ്കിലും ആകാം ഡയമെൻഷൻ എന്ന് പറയുന്നത്. then eta is the viscosity ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡയമെൻഷണൽ നമ്പർ ആണ് വരുന്നത്, ഡയമെൻഷൻലെസ് നമ്പർ ആണ് ഈ ഒരു റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ
നോക്കൂ RE അതായത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1000 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ലാമിനാർ ഫ്ലോ ആണ് വരുന്നത്. എന്നാൽ RE എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 1000 ആൻഡ് 2000 ആണെങ്കിൽ ഇറ്റ് ഈസ് എ അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. മൂന്ന് വാല്യൂസ് ആണ് നമുക്ക് റെയ്നോൾഡ്സിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ വാല്യൂയിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ ടർബുലൻസ് ഉള്ളതെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ റെയ്നോൾഡ്സ് നമ്പർ അറ്റ് വിച്ച് ദ ലാമിനാർ ഫ്ലോ ബിക്കംസ് ടർബുലന്റ് ഫ്ലോ. ഒരു ലാമിനാർ അതായത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ട് ഒഴുകുന്ന വെള്ളം എപ്പോഴാണോ എനിക്ക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, എപ്പോഴാണോ എനിക്കൊരു ഇറഗുലാരിറ്റി ആയിട്ട് മൂവ് ചെയ്യുന്നത്, ആ ഒരു നമ്പർ ആണ് എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ടർബുലന്റ് ഫ്ലോ ആവുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ടേം ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഒരു മാക്സിമം വെലോസിറ്റി ആണ്, ഒരു ഫ്ലൂയിഡിന്റെ മാക്സിമം വെലോസിറ്റി ആണ്. അവിടെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്യൂബിൽ ഉണ്ടാവുന്ന ഒരു മാക്സിമം വെലോസിറ്റി ആണ് ഫ്ലൂയിഡിന്റെ. അവിടെ ആ ഒരു സ്ട്രീം ലൈനിൽ തന്നെ ആ ഒരു ഫ്ലോ ഒഴുകുന്നതെങ്കിൽ, ഫ്ലോ നമുക്ക് റിമൈൻ സ്ട്രീം ലൈനിലാണെങ്കിൽ നമുക്ക് അതിനെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയാം. ഒരു ട്യൂബിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഒരു മാക്സിമം വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയിൽ ആ പറയുന്ന ഫ്ലൂയിഡ് സ്ട്രീം ലൈൻഡ് ആയിട്ട് തന്നെയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയാം. So it can be find by using the formula V is equal to RE eta by rho d ആണ് വരുന്നത്. Okay, RE eta by rho d ആണ് വരുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, ഒരു കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഒരു ഫ്ലൂയിഡിന്റെ ഒരു കൺസർവേഷൻ ഓഫ് എനർജി ആണ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിളിൽ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പൈപ്പ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഒരു പൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ക്രോസ് സെക്ഷണൽ ഏരിയ വളരെ കുറവാണ്. ഇവിടെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ, ദെൻ ഒരു ടേംസ് എന്താന്ന് നോക്കാം. P1 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് വരുന്ന പ്രഷർ ആണ്. A1 എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. V1 is the velocity of this particular area and H1 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റാൻഡേർഡ് സ്ഥലത്ത് നിന്നുള്ള ഒരു ഹൈറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ടർ എന്ന് പറയുന്നത് A2 A1ലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Similarly, P2 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വരുന്ന പ്രഷർ. A2 is the cross sectional area of this particular area and V2 is the velocity and H2 is the height from the surface. Okay, ഇതാണ് നമുക്ക് വരുന്ന കൺസിഡറേഷൻ. ആൻഡ് the fluid is moving from B to B ലേക്കാണ്. ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ് നമ്മൾ പറഞ്ഞു. ആ ഒരു ടൈം അല്ലെ, എയിൽ നിന്ന് A' വരുന്ന ടൈമിന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് del t എന്നാണ്. ഓക്കെ, del t ടൈം ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ del t ടൈമിൽ A B എന്നുള്ളത് A1 B' എന്നാകും, അല്ലെങ്കിൽ A' B' എന്നാകും അല്ലെ. A എന്നുള്ളത് A'-ലേക്കായി, B എന്നുള്ളത് B'-ലേക്കായി. അപ്പൊ A B എന്നുള്ളത് A' B' ആകും അറ്റ് del t ടൈമിൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ആണ് വരുന്നത്. സോ നോക്കൂ, ടോട്ടൽ വർക്ക് ഡൺ, ഓൾ വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ പറയുന്ന ഓൾ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി ഇക്വേറ്റഡ് ടു ദി ടോട്ടൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ഫൈനലി വി ഗോട്ട് ദി ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത് ആ ഒരു പ്രഷർ കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്താണെന്നാണ്. ഓക്കെ, സോ ഇനിഷ്യലി ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, വർക്ക് ഡൺ ബൈ പ്രഷർ ആണ്. സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, W1 കൺസിഡർ ചെയ്തിരിക്കണം. അതായത് എനിക്ക് ആ ഒരു താഴെ ഭാഗത്തുള്ളത് അല്ലെ, അങ്ങനെയാണ് വരുന്നത്. അതിൽ ഈ ഒരു ഫസ്റ്റ് ഏരിയയിലുള്ള ഫസ്റ്റ് പോർഷനിലുള്ള പ്രഷറാണ് ഞാൻ ആദ്യം ഇവിടെ ഉള്ളതായിട്ടുള്ള ഇതാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ W is equal to എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, P1 A1 B1 ഇൻറ്റു del t എന്ന് കിട്ടും. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം A1 V1 അല്ലെങ്കിൽ A V del t which is equal to change in velocity ആണ് അല്ലെ. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു del t ടൈം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ദി ചേഞ്ചിങ് വെലോസിറ്റി ആണ്. അപ്പൊ എനിക്ക് ഈ ഇത്രയും ടേംസിന് പകരം എനിക്ക് del v എന്ന് കൊടുത്താൽ പോരെ. സോ W1 അല്ലെ, ആ പ്രഷർ W1 വരുന്നത് എന്താണ്, P1 del v വരുന്നുണ്ട്. അതേപോലെ W2 is equal to എന്താണ്, മൈനസ് P2 del v ആണ് വരുന്നത്. കാരണം എന്താണ്, ഇവിടെ എനിക്ക് രണ്ടും സെയിം ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഇൻ സെയിം ഡയറക്ഷനിലാണ് വരുന്നത് പ്രഷറും. ഓക്കെ, എന്നാൽ ഇവിടെ എനിക്ക് പ്രഷർ ഈ ഒരു ഡയറക്ഷനിലേക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് റിയാക്ഷൻ ആണ് അല്ലെ. സോ അതുകൊണ്ട് എനിക്ക് ഒരു മൈനസ് എനിക്ക് ഇവിടെ കൊടുക്കണം.
സോ മൈനസ് P2 del V ആണ് വരുന്നത്. അതായത് നോക്കൂ, പ്രഷർ P2ഉം ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് എനിക്ക് മൈനസ് വന്നത്. സോ എനിക്ക് ടോട്ടൽ പ്രഷർ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഈ ഒരു ടോട്ടൽ പ്രഷർ കാരണമുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വർക്ക് ഡണ്ണും ഈ ഒരു വർക്ക് ഡണ്ണും അല്ലെ W1 plus W2 ആണ്, which is equal to WP എന്നാണ് എടുത്തിരിക്കുന്നത്. That is equal to P1 del V minus P2 del V എന്ന് വരും. നമുക്കറിയാം rho density that is equal to mass by velocity, that is del m by del V എന്ന് എടുക്കാം. ഇതിൽ നിന്ന് എനിക്ക് del V ക്കുള്ള ഇക്വേഷൻ എടുത്തൂടെ, del m by rho എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് എഴുതാം? WP is equal to work done pressure is equal to P1 del m by rho minus P2 del m by rho എന്ന് കിട്ടി. So this is my first equation. അപ്പൊ എന്റെ ഫസ്റ്റ് കൺസിഡറേഷൻ, ഫസ്റ്റത്തെ ഞാനിത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വർക്ക് ഡൺ ബൈ പ്രഷർ മാത്രമല്ല, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് WG. അപ്പൊ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഗ്രാവിറ്റി കാരണമുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ, ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി. സോ ദാറ്റ് ഈസ് ഡെൽ യു ആണ്, പൊട്ടൻഷ്യൽ എനർജി യു എന്നുള്ള രീതിയിലാണ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജിയാണ് എടുക്കുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ എനിക്ക് ഓൾറെഡി അറിയാം. എന്താണ്? P അല്ലെങ്കിൽ U ഇസ് ഈക്വൽ ടു എന്താണ്? mgh ആണ്. അപ്പൊ ഞാൻ എനിക്ക് ഓരോന്നിനും വ്യത്യാസമുണ്ട്. m എന്ന് പറയുന്നത് സെയിം ആണ്, ഡെൽ m അല്ലെ, gm സെയിം ആണ്, ഹൈറ്റിൽ ഡിഫറൻസ് വരും. അപ്പൊ എന്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ ആണ്. സോ ഫൈനൽ എന്താണ്? h2 ഹൈറ്റ് ആണ്, ഇവിടെ എനിക്ക് h1 ഹൈറ്റ് ആണ് അല്ലെ. സോ WG is equal to എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ they have a relation. WG is equal to മൈനസ് ഓഫ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് മൈനസ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി WG കിട്ടും. സോ WG is equal to ഞാൻ ഇവിടെ മൈനസ് അപ്ലൈ ചെയ്താൽ എനിക്ക് ഈ ഒരു ടേം പ്ലസ് ആകും, ഇത് മൈനസ് ആകും. സോ del mgh1 minus del mgh2 എന്ന് കിട്ടി. Then നമുക്ക് വർക്ക് ഓൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. Then we have to find the change in kinetic energy, that is del Ke ആണ്. ഓക്കെ, അപ്പൊ del Ke എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആണ്. അപ്പൊ ഹാഫ് mv സ്ക്വയർ ആണ്. അപ്പൊ del m v2 സ്ക്വയർ മൈനസ് ഹാഫ് del m v1 സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എനിക്ക് 3 ഇക്വേഷൻസ് കിട്ടി അല്ലെ. ഇത് എന്റെ സെക്കൻഡ് ഇക്വേഷൻ ആണ്. ദെൻ തേർഡ് ഇക്വേഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. നോക്കൂ, ദിസ് ഈസ് മൈ തേർഡ് ഇക്വേഷൻസ്. അപ്പൊ എന്റെ ഈ ഇക്വേഷൻസ് ഒക്കെ കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാം. എന്താണ്? നമുക്ക് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം, WAL which is equal to del Ke ആണ്. അപ്പൊ WAL എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ W all എന്ന് പറഞ്ഞാൽ പ്രഷർ ഡ്യൂ ടു വർക്ക് ഡൺ, അതുപോലെ തന്നെ പ്രഷർ വർക്ക് ഡൺ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കണം, which is equal to del E ആണ്. അപ്പൊ ഞാൻ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P1 del m rho divided by rho minus P2 del m by rho plus del m gh1 minus del m gh2 equal to delta Ke എന്താണ്? ഹാഫ് del m v2 സ്ക്വയർ മൈനസ് ഹാഫ് del m v1 സ്ക്വയർ ആണ്. അപ്പൊ എല്ലാത്തിലും എനിക്ക് del m ടേംസ് ഉണ്ട്, അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ അതിനുശേഷം P1 ടേം ഒക്കെ ഞാൻ, അതായത് 1 ടേം ഒക്കെ ഞാൻ ഇക്വേഷൻ ഇപ്പുറത്തേക്കും 2 ടേംസ് ഒക്കെ ഇക്വേഷൻ ഇപ്പുറത്തേക്കും പോയി. ഓക്കെ, സോ എനിക്ക് ഇനിഷ്യലി എന്ത് വരും? P1 by rho അല്ലെ, P1 by rho. ദെൻ ഇവിടെ ഒരു gh1 വരുന്നുണ്ട്, gh1 പ്ലസ് ഹാഫ് v1 സ്ക്വയർ. ഇവിടെ മൈനസിലുള്ളത് ഞാൻ പ്ലസിലേക്ക് ആയി ഇക്വേഷന്. അതേപോലെ 2 എന്നുള്ള ടേംസ് ഒക്കെ ഞാൻ ഇവിടേക്കും അറേഞ്ച് ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു P1 by rho എന്നാണുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു റോ എന്നുള്ളത് ഡിവിഷനിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എല്ലാ ടേമിനും ഞാൻ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് എന്ത് വന്നു? P1 പ്ലസ് റോ gh1 പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് റോ gh2 പ്ലസ് ഹാഫ് റോ v സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? P പ്ലസ് പ്രഷർ പ്ലസ് PGH അല്ലെ റോ gh പ്ലസ് ഹാഫ് ഡെൽ v സ്ക്വയർ, ഡെൽ അല്ല റോ ആണ്, സോറി, del v square is a constant അല്ലെ. ഇതിന് ഈക്വൽ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു ടേം കൂടി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വരും? P3 പ്ലസ് റോ gh3 പ്ലസ് ഹാഫ് റോ v3 സ്ക്വയർ. അപ്പൊ അതൊക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? P പ്ലസ് റോ gh പ്ലസ് ഹാഫ് റോ v സ്ക്വയർ is a constant. ഓക്കെ, ഇതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. സോ ദിസ് ഈസ് ദ ബെർണോളിസ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് അതിൽ P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. റോ gh നമുക്ക് mgh ആണെങ്കിൽ അറിയാം പൊട്ടൻഷ്യൽ എനർജി ആണെന്ന്. റോ gh ആയതുകൊണ്ട് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അതേപോലെ ഹാഫ് mv സ്ക്വയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി, ബട്ട് ഇറ്റ് ഈസ് ഹിയർ ഹാഫ് del v സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പൊ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആസ് വി മൂവ് along a streamline, the sum of pressure, kinetic energy per unit volume and the potential energy per unit volume remains a constant. ഇതല്ലേ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിന് വരുന്ന ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then
what are the applications of Bernoulli's principle? എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ is the Venturi meter. It is the device that used to measure the flow speed in a pipe. ഒരു പൈപ്പിലൂടെ ഉണ്ടാവുന്ന ഫ്ലോ സ്പീഡ് മെഷർ ചെയ്യുന്നതാണ് Venturi meter. അടുത്തത് പൈറ്ററ്റ്സ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന്റെ വെലോസിറ്റി അതല്ലെങ്കിൽ ആ ഒരു ഗ്യാസിലൂടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്താണെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. Then lift of an aeroplane. ഒരു എയറോപ്ലെയിൻ എ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. അതും ഈ പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ തിയറത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അറ്റ്മോസ്ഫിയറിക് പെയർ പാസ് ചെയ്യണം, ഒരു ഹൈ വെലോസിറ്റി ഓൺ ദ ടോപ്പ് സർഫേസ് ഓഫ് ദ വിങ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ ബെർണോളിസ് തിയറം അനുസരിച്ച് നമുക്കറിയാം പ്രഷർ ഓഫ് ദ അപ്പർ സർഫേസ് ഓഫ് ദ വിങ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ആകും അല്ലെ. സോ ആ ഒരു പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അപ്വാർഡ് ത്രസ്റ്റ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുകയും അത് ആ ഒരു എയറോപ്ലെയിനെ ഫ്ലൈ ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ അല്ലേ. അതേപോലെ തന്നെ ബൺസൺസ് ബർണർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണെങ്കിലും അതിലും കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നു. നോക്കൂ, ഫസ്റ്റ് ലിമിറ്റേഷൻ എന്താ വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓൺലി വാലിഡ് ഫോർ സ്ട്രീം ലൈൻ ഫ്ലോസിന് മാത്രമാണ് പറ്റുള്ളൂ. അതുപോലെ ഒരു ഇൻകംപ്രസിബിൾ ലിക്വിഡിൽ നമുക്കത് പറ്റുള്ളൂ, അതായത് ഇറ്റ് ഓൺലി ഹോൾഡ്സ് ഫോർ ദ ഇൻകംപ്രസിബിൾ ലിക്വിഡിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഇതിൽ നമുക്ക് വിസ്കോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് എടുക്കുന്നില്ല, അതിന്റെ ആ ഒരു കോഎഫിഷ്യന്റ് മാത്രമാണ് നമുക്ക് വരുന്നത് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിൽ നമ്മൾ വിസ്കോസിറ്റി എന്നുള്ള ഒരു ടേംസ് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നില്ല. പ്രഷറും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ വിസ്കോസിറ്റി നോക്കി, അതിന് റിലേറ്റഡ് ആയിട്ട് കുറെ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. സ്റ്റോക്സ് തിയറം എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു, റെയ്നോൾഡ്സ് നമ്പർ, ഇതൊക്കെ നമ്മൾ ആ ഒരു വിസ്കോസിറ്റിനെ കണ്ടിന്യൂ ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കുകളായിരുന്നു. ദെൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ്. അതിന്റെ ആ ഒരു ഡെറിവേഷൻ നമുക്ക് മനസ്സിലാക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.